Dear friends, you are welcome to Historia. ഹിസ്റ്റോറിയ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്ന വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. ജോഗ്രഫിയുടെ വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. പൊതുവെ PSC, SSC, RRB, UPSC എക്സാമുകളെല്ലാം ചോദിക്കാവുന്ന ഒരു പാർട്ടാണ് നമ്മൾ പഠിക്കാവുന്നത്. ഇന്ത്യയിലെ നാഷണൽ പാർക്കുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നാഷണൽ പാർക്കുകളെ കുറിച്ച്, ദേശീയ ഉദ്യാനങ്ങളെ കുറിച്ച്. അപ്പോൾ ഓർത്തിക്കുക, ഇന്ത്യയിൽ കാണുന്ന നൂറുകണക്കിന് നാഷണൽ പാർക്കുകൾ, ഇന്ത്യയിൽ കാണുന്ന നൂറുകണക്കിന് നാഷണൽ പാർക്കുകളും വന്യജീവി സങ്കേതങ്ങളും അതെല്ലാം മുഴുവൻ എടുത്ത് പഠിക്കുകയല്ല, അതിലെ പർട്ടിക്കുലർ ആയിട്ടുള്ള ചില പ്രത്യേക നാഷണൽ പാർക്കിനെ മാത്രം തെരഞ്ഞെടുത്ത് പഠിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം വേണ്ടത് ഇന്ത്യയിൽ ആദ്യത്തെ നാഷണൽ പാർക്ക് എന്നത് ഏതാണ്? ഇന്ത്യയിൽ ആദ്യത്തെ നാഷണൽ പാർക്ക് എന്നത് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. 1936 1936 ഇന്ത്യയിൽ ആദ്യത്തെ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് അവിടെ വന്നത്. ഉത്തരാഖണ്ഡിലാണ് അത് വന്നത്. ഇന്ത്യയിലുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരന്റെ സ്മരണാർത്ഥമാണ് ജിം കോർബറ്റ് എന്ന പേര് നമ്മൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ അത് റിയലി രാംഗംഗ നാഷണൽ പാർക്ക് എന്ന് പറയാറുണ്ട്. രാംഗംഗ നാഷണൽ പാർക്ക്, അതോടൊപ്പം തന്നെ ഹെയ്ലി നാഷണൽ പാർക്കും എന്നും അറിയുന്നു. അപ്പൊ മറക്കണ്ട, ഇന്ത്യയിൽ ആദ്യത്തെ നാഷണൽ പാർക്ക് എന്ന് ഉത്തരാഖണ്ഡിലുള്ള ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്, അല്ലെങ്കിൽ ഹെയ്ലി നാഷണൽ പാർക്കാണ്, അല്ലെങ്കിൽ രാംഗംഗ നാഷണൽ പാർക്കാണ്. ഗംഗയുടെ ഇടതുഭാഗത്തുള്ള ഒരു പോർഷൻ, ലെഫ്റ്റ് വിംഗ് ട്രൈബ്യൂട്ടറി ആയ രാംഗംഗയുടെ തീരത്താണ് ഈ നാഷണൽ പാർക്ക്. അതുകൊണ്ട് അതിനെ രാംഗംഗ നാഷണൽ പാർക്ക് എന്ന്. വർഷം വരുന്നത് 1936 ആണ്. 1936 ഈ രാംഗംഗ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് വരുന്നത്. ഇനി ഓർത്തു, ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് നമുക്കറിയാം. ടൈഗർ റിസർവ് അല്ലെങ്കിൽ പ്രൊജക്ട് ടൈഗർ ആരംഭിക്കുന്ന 1973 ആണല്ലോ. ആ ആദ്യത്തെ ടൈഗർ റിസർവും വന്നത് എവിടെ തന്നെയാണ്? ഈ ജിം കോർബറ്റ് നാഷണൽ പാർക്കിലാണ്. അത് രണ്ട് പ്രത്യേകത ഉണ്ട്. ഒന്ന്, ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ്. അതോടൊപ്പം തന്നെ ആദ്യത്തെ ടൈഗർ റിസർവ് 1973 ആരംഭിച്ചപ്പോൾ ആ ടൈഗർ റിസർവും എവിടെ തന്നെ വന്നു? ജിം കോർബറ്റ് നാഷണൽ പാർക്കിലും വന്നു എന്നുള്ളതാണ്. ആ ഫസ്റ്റ് നാഷണൽ പാർക്ക് നമുക്ക് കിട്ടി. ഇനി ഇന്ത്യയിൽ നാഷണൽ പാർക്കുകൾ ഏറ്റവും കൂടുതൽ സംസ്ഥാനം ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ്. നാഷണൽ പാർക്കുകൾ ഏറ്റവും കൂടുതൽ സംസ്ഥാനം ചോദിച്ചാൽ മധ്യപ്രദേശാണ്. നാഷണൽ പാർക്കുകൾ ഏറ്റവും കൂടുതലുള്ള യൂണിയൻ ടെറിട്ടറി, കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അത് ആൻഡമാൻ നിക്കോബാറും കൂടിയാണെന്ന് ഓർത്തിക്കുക. രണ്ടും മറക്കണ്ട. നാഷണൽ പാർക്കുകൾ ഏറ്റവും കൂടുതൽ സംസ്ഥാനം മധ്യപ്രദേശാണ്. അതേസമയം വന്യജീവി സങ്കേതങ്ങൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ഏറ്റവും കൂടുതൽ ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. നാഷണൽ പാർക്കുകൾ ഏറ്റവും കൂടുതൽ മധ്യപ്രദേശ് ആണെങ്കിൽ പോലും വന്യജീവി സങ്കേതങ്ങൾ ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയാണ്. നാഷണൽ പാർക്കുകൾ ഏറ്റവും കൂടുതൽ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അത് ഏതാണ്? ആൻഡമാൻ നിക്കോബാർ ആണെന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. ഫസ്റ്റ് നാഷണൽ പാർക്ക് കിട്ടിയ കാര്യം. ഇനി നാഷണൽ പാർക്കുകൾ തീരെ ഇല്ലാത്ത സംസ്ഥാനം കൂടിയുണ്ട്. നാഷണൽ പാർക്കുകൾ തീരെ ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് ഇന്ത്യയിലെ പഞ്ചാബില് നോവൻ നാഷണൽ പാർക്ക്. ഒരു നാഷണൽ പാർക്കും ഇല്ലാത്ത ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് പഞ്ചാബ് എന്ന് ഓർത്തുക. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ചോദിച്ചാൽ നമ്മൾ ഏത് എഴുതാം? ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ചോദിച്ചാൽ നമ്മൾ പറയാം ഹെമിസ് നാഷണൽ പാർക്ക് എന്ന് പറയും. ഹെമിസ് നാഷണൽ പാർക്ക് ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ് ജമ്മു കാശ്മീരിലുള്ള ഹെമിസ് നാഷണൽ പാർക്ക് എന്ന് പറയാം. ഇനി ഏറ്റവും ചെറുത് ചോദിച്ചാൽ, ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക് ചോദിച്ചാൽ നമ്മൾ പറയാം സൗത്ത് ബട്ടൺ നാഷണൽ പാർക്ക്. എവിടെയാണ് വരിക? ആൻഡമാൻ നിക്കോബാർ. സൗത്ത് ബട്ടൺ നാഷണൽ പാർക്ക് ആൻഡമാൻ നിക്കോബാർ ആണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക്. ഏറ്റവും വലുത് ഹെമിസ് നാഷണൽ പാർക്കും കൂടി ഓർത്തു വയ്ക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ നാഷണൽ പാർക്കുകൾ ആദ്യത്തെ ഏതാണ്? ജിം കോർബറ്റ് പറഞ്ഞ, ഏറ്റവും വലുത് ഹെമിസ്, ഏറ്റവും ചെറുത് സൗത്ത് ബട്ടൺ നാഷണൽ പാർക്ക് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞില്ലേ? നാഷണൽ പാർക്ക് ആരംഭിച്ച് 1936 ജിം കോർബറ്റ് ആണ്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇനി ഇതിനുശേഷം നമുക്ക് വേണ്ടത് ഇന്ത്യയിലെ പർട്ടിക്കുലർ നാഷണൽ പാർക്കുകൾ. ഞാൻ പറഞ്ഞു നൂറുകണക്കിന് നാഷണൽ പാർക്കുകൾ. അത് എല്ലാ നാഷണൽ പാർക്കും നമ്മൾ പഠിക്കുകയല്ല. ചില പർട്ടിക്കുലർ നാഷണൽ പാർക്ക് പ്രൊട്ടക്ടിങ് പർട്ടിക്കുലർ എനിമൽസ് ആണ്. ചില പ്രത്യേക നാഷണൽ പാർക്ക് ചില പ്രത്യേക എനിമൽസിനെ മാത്രം പ്രൊട്ടക്ട് ചെയ്യുന്ന നാഷണൽ പാർക്കുണ്ട്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട 5-10 നാഷണൽ പാർക്കുകൾ നമ്മൾ തെരഞ്ഞെടുത്ത് പഠിക്കണം. അപ്പൊ അതിൽ വളരെ പ്രസിദ്ധമായിട്ടൊരു നാഷണൽ പാർക്ക് നമുക്കുണ്ട്, കേബിൾ ലംജാവോ നാഷണൽ പാർക്ക് എന്നുള്ളത്. അതായത് കേബിൾ ലംജാവോ നാഷണൽ പാർക്ക്. ഇറ്റ് ഈസ് ഓൺലി നാഷണൽ ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് ഇൻ ഇന്ത്യ എന്നാണ്. ഇന്ത്യയിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം, നാഷണൽ ഫ്ലോട്ടിംഗ് ഗാർഡൻ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് എന്ന് പറയാണ്ട് ഇന്ത്യയിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം അല്ലെങ്കിൽ ദേശീയ ഗാർഡൻ എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് കേബിൾ ലംജാവോ നാഷണൽ പാർക്ക്, മണിപ്പൂർ. മണിപ്പൂരിലെ ലോക്ടക് തടാകം പറയുന്നത്. മണിപ്പൂരിലെ ഒരു തടാകമാണ് ലോക്ടക്. ആ മണിപ്പൂരിലെ ലോക്ടക് തടാകത്തിലാണ് ഈ ഒരു ചെറിയ ദ്വീപ് പോലെയുള്ള നാഷണൽ പാർക്ക്. അതാണ് ഇന്ത്യയിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം എന്ന് പറയുന്നത്. ഏതാണ്? കേബിൾ ലംജാവോ നാഷണൽ പാർക്ക്. ഇനി ഈ നാഷണൽ പാർക്കിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന സാങ്കായ് മാനുകൾ എന്ന് പറയാറുണ്ട്. സാങ്കായ് മാനുകൾ, അല്ലെങ്കിൽ അതിനെ ആൻഡ്ലർ ഡിയർ എന്ന് പറയാറുണ്ട്. ഓർത്തിക്കുക, നമ്മുടെ PSC പോലുള്ള എക്സാമുകൾക്ക് അത് സാങ്കായ് മാനുകൾ എന്ന് കാണാറുണ്ട്. എന്നാൽ സെൻട്രൽ എക്സാമിലേക്ക് വരുമ്പോൾ ആൻഡ്ലർ ഡിയർ എന്നാണ് കാണാറ്. ആൻഡ്ലർ ഡിയർ. അപ്പൊ മറക്കണ്ട, കേബിൾ ലംജാവോ നാഷണൽ പാർക്ക് എവിടെയാണ്? മണിപ്പൂരാണ്. ഇന്ത്യയിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം. അവിടെ വരുന്ന എനിമലാണ് ഞാൻ ഇത് പറഞ്ഞത് ആൻഡ്ലർ ഡിയർ അല്ലെങ്കിൽ സാങ്കായ് മാനുകൾ എന്ന്. ഇനി നമ്മൾ പറഞ്ഞ ഹെമിസ് നാഷണൽ പാർക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ് ഹെമിസ് നാഷണൽ പാർക്ക്. ഈ ഹെമിസ് നാഷണൽ പാർക്കിൽ നമ്മൾ കാണപ്പെടുന്ന എനിമൽ ഏതാണ്? ദാറ്റ് ഈസ് സ്നോ ലെപ്പേർഡ് എന്ന് പറയുന്നത്. അതാണ് സ്നോ ലെപ്പേർഡ് അല്ലെങ്കിൽ ഹിമപ്പുലിയാണ് ഇവിടെ വരുന്നത്, ഹെമിസ് നാഷണൽ പാർക്കിൽ വരുന്നത്. ഇതേപോലെ തന്നെ മറ്റൊരു നാഷണൽ പാർക്കും ജമ്മു കാശ്മീരിലാണ്. ദാറ്റ് ഈസ് ദച്ചിഗാം നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. എന്താ പറയാ? ദച്ചിഗാം നാഷണൽ പാർക്കും ജമ്മു കാശ്മീരിലാണ്. അവിടെ വരുന്നത് കാശ്മീർ സ്റ്റാഗ് അല്ലെങ്കിൽ ഹാങ്കൂലാണ്. എന്താ വെച്ചാൽ സ്റ്റാഗ് എന്ന് പറയും, കാശ്മീർ സ്റ്റാഗ് അല്ലെങ്കിൽ കാശ്മീർ ഹാങ്കൂൽ എന്ന് പറയും.
എന്ന് വെച്ചാൽ കലമാനാണ്. കാശ്മീർ കലമാൻ. കാശ്മീർ കലമാനുകൾക്ക് വളരെ പ്രശസ്തമായിട്ടുള്ള നാഷണൽ പാർക്കാണ് ജമ്മു കാശ്മീരിലെ ദച്ചിഗാം നാഷണൽ പാർക്ക്. അപ്പൊ ജമ്മു കാശ്മീരിൽ നമ്മൾ 2 നാഷണൽ പാർക്ക്. ഒന്ന് ഹെമിസിൽ വരുന്നത് സ്നോ ലെപ്പേഡ് ആണ്, ഹിമപ്പുലിയാണ്. മറ്റൊരെണ്ണം ദച്ചിഗാം നാഷണൽ പാർക്കാണ്. അവിടെ നമ്മൾ പറഞ്ഞത് കാശ്മീർ സ്റ്റാഗ് അല്ലെങ്കിൽ കാശ്മീർ ഹാങ്കുൽ അല്ലെങ്കിൽ കാശ്മീർ കലമാനുകൾ എന്ന് പറയാം. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ആസാമിലെ പൊതുവെ PSC ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഷണൽ പാർക്കാണ് ആസാമിലെ കാശിരംഗ നാഷണൽ പാർക്ക്. ആസാമിലെ കാശിരംഗ നാഷണൽ പാർക്ക് ഒരു ഏതാണ്? ഒറ്റക്കൊമ്പൻ റിനോ എന്നുള്ളതാണ് അല്ലെ, ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം അല്ലെങ്കിൽ 1 ഹോൺഡ് റിനോ എന്ന് പറയും. അപ്പൊ കാശിരംഗ നാഷണൽ പാർക്ക് ആസാമാണ്. അവിടെ വരുന്ന ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗമാണ്. ഇതേപോലെ തന്നെ ആസാമിലെ മറ്റൊരു നാഷണൽ പാർക്ക് ഉണ്ട്, മനാസ് നാഷണൽ പാർക്ക് അല്ലെങ്കിൽ മനസ് നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. എന്താ പറയുക? മനാസ് നാഷണൽ പാർക്ക് അല്ലെങ്കിൽ മാനസ് നാഷണൽ പാർക്ക് എന്നാ പറയുന്നത്. മനാസ് നാഷണൽ പാർക്ക്. ഈ മനാസ് നാഷണൽ പാർക്ക്, ആസാമിലെ മനാസ് നാഷണൽ പാർക്കിൽ വരുന്നത് റോയൽ ബംഗാൾ ടൈഗർ ആണ്. നമ്മൾ റോയൽ ബംഗാൾ കടുവ പറയാല്ലേ, ആ റോയൽ ബംഗാൾ കടുവയ്ക്ക് പ്രശസ്തമായിട്ടുള്ള നാഷണൽ പാർക്കാണ് ആസാമിലെ മനാസ് നാഷണൽ പാർക്ക്. അപ്പൊ ആസാമിൽ 2 നാഷണൽ പാർക്ക് പറഞ്ഞു. ഒന്ന് കാശിരംഗ, അവിടെ വരുന്നത് ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗമാണ്. ആസാമിലെ മനാസിൽ വരുന്നത് റോയൽ ബംഗാൾ ടൈഗർ ആണ്. ക്ലിയർ ആയിരിക്കുമല്ലോ. ഇനി അടുത്ത നാഷണൽ പാർക്ക് നമ്മൾ പറയുന്നത് ഗുജറാത്തിലാണ്. ഗുജറാത്തിലെ ഒരു നാഷണൽ പാർക്ക് ഗീർ നാഷണൽ പാർക്ക്. നമുക്കറിയാം പൊതുവെ ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് ഗീർ നാഷണൽ പാർക്ക് ഗുജറാത്ത്. അവിടെ വരുന്നതാണ് ഏഷ്യാറ്റിക് ലയൺ, ഏഷ്യൻ സിംഹങ്ങൾക്ക് പ്രശസ്തമായ ഏറ്റവും വലുതായിട്ടുള്ള ഒരു നാഷണൽ പാർക്കാണ് ഗീർ നാഷണൽ പാർക്ക്. എവിടെയാണ്? ഗുജറാത്ത്. അപ്പൊ ഗുജറാത്തിൽ ഗീർ നാഷണൽ പാർക്ക് ഉണ്ട്, അവിടെ ഏഷ്യാറ്റിക് ലയൺ ആണ്. 1 മോർ, ഗുജറാത്തിൽ നമുക്ക് ഒരെണ്ണം കൂടി കിട്ടും. ഗുജറാത്തിൽ നിന്ന് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട നാഷണൽ പാർക്കാണ് റാൻ ഓഫ് കച്ച് നാഷണൽ പാർക്ക്. എന്താ പറയുക? റാൻ ഓഫ് കച്ച് നാഷണൽ. അവിടെ വരുന്നത് വൈൽഡ് ആസ് ആണ്. വൈൽഡ് ആസ് എന്ന് പറഞ്ഞാൽ കാട്ടുകഴുത, വൈൽഡ് ആസ് കാട്ടുകഴുത. അതാണ് റാൻ ഓഫ് കച്ച് നാഷണൽ പാർക്ക് ഗുജറാത്ത്. അവിടെ വൈൽഡ് ആസ് ആണ്. ഗുജറാത്തിലെ മറ്റൊരു നാഷണൽ പാർക്കാണ് ഗീർ, അവിടെ വരുന്നത് ഏഷ്യാറ്റിക് ലയൺ ആണ്. ക്ലിയർ ആയിരിക്കുമല്ലോ. ഇനി നമുക്ക് ഒഡീഷ. ഒഡീഷയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നാഷണൽ, വളരെ പലതവണ PSC ചോദിച്ചുള്ളതാണ് ഒഡീഷയിലെ നന്ദൻ കാനൻ നാഷണൽ പാർക്ക്. ഒഡീഷയിലെ നന്ദൻ കാനൻ നാഷണൽ പാർക്ക്. അവിടെ വരുന്നത് വൈറ്റ് ടൈഗർ, വെള്ളക്കടുവ. വൈറ്റ് ടൈഗർ അല്ലെങ്കിൽ വെള്ളക്കടുവകൾക്ക് പ്രശസ്തമായിട്ടുള്ള നാഷണൽ പാർക്കാണ് ഒഡീഷയിലെ നന്ദൻ കാനൻ നാഷണൽ പാർക്ക്. ക്ലിയർ ആയിക്കല്ലോ. 1 മോർ, ഒരെണ്ണം കൂടി നമുക്ക് ഒഡീഷയിൽ നിന്ന് കിട്ടാനുള്ളത്, ദാറ്റ് ഈസ് ഗാഹിർ മാത നാഷണൽ പാർക്ക് എന്ന് പറയും. എന്താ പറയുക? ഗാഹിർ മാത നാഷണൽ പാർക്ക്. ഗാഹിർ മാത നാഷണൽ പാർക്ക് വരുന്നത് അത് PSC 2 തവണ ഡിഗ്രി നിലവാരത്തിൽ ചോദിച്ചാണ്. ഒലീവ് റിഡ്ലി ടർട്ടിൽ എന്ന് പറയും. ഒലീവ് റിഡ്ലി കടലാമകൾ. അതാണ് ഒഡീഷയിലെ ഗാഹിർ മാത നാഷണൽ പാർക്ക്. ആ ചോദ്യം വേറെ രീതിയിലും വന്നിട്ടുണ്ടാവും. സൗത്ത് അമേരിക്കൻ കടൽ തീരത്ത് നിന്നും ഒഡീഷ്യൻ കടൽ തീരത്തുന്ന കടലാമകളുടെ പേര് എന്ത് ചോദിച്ചിട്ടുണ്ട്? സൗത്ത് അമേരിക്കയിൽ നിന്നും ഒഡീഷ്യൻ കടൽത്തീരത്തുന്ന കടലാമകളുടെ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മറക്കണ്ട, ഒലീവ് റിഡ്ലി കടലാമകൾ. അതെവിടെയാണ്? ഗാഹിർ മാത നാഷണൽ പാർക്ക് ഒഡീഷ. അപ്പൊ ഒഡീഷയിലെ 2 ഗാഹിർ മാത നാഷണൽ പാർക്ക് ഒഡീഷ. അവിടെ ഒലീവ് റിഡ്ലി ടാറ്റൽ അല്ലെങ്കിൽ ഒലീവ് റിഡ്ലി കടലാമകൾ. പിന്നെ ഒന്ന് ഒഡീഷയിൽ നമ്മൾ പറഞ്ഞത് നന്ദൻ കാനൻ ആണ്. അവിടെ വൈറ്റ് ടൈഗർ ആണ്. ഇനി വൈറ്റ് ടൈഗർ മറ്റൊരു നാഷണൽ പാർക്ക് കൂടി ഉണ്ട്. അത് നമ്മള് മധ്യപ്രദേശിലെ ബാന്ധവ് ഗാർഹ് അല്ലെങ്കിൽ ബാന്ധവ് നഗർ എന്ന് പറയും. ബാന്ധവ് ഗാർഹ് അല്ലെങ്കിൽ ബാന്ധവ് നഗർ. അവിടെയും അത് മധ്യപ്രദേശിലാണ്. അവിടെയും വരുന്നത് ഏതാണ്? ഈ പറഞ്ഞ വൈറ്റ് ടൈഗർ ആണ്. വൈറ്റ് ടൈഗർ ഓർത്തുക. ബാന്ധവ് ഗാർഹലയും ബാന്ധവ് നഗർ മധ്യപ്രദേശ്. പിന്നെ വരും നന്ദൻ കാനൻ. ക്ലിയർ ആയിരിക്കുമല്ലോ. ഇനി നമുക്ക് രാജസ്ഥാനിലേക്ക് പോകാം. രാജസ്ഥാനിൽ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പക്ഷി സങ്കേതമുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമായ ഗാന ബേർഡ് സാങ്ച്വറി അല്ലെങ്കിൽ ഗാന നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ഭരത്പൂർ ബേർഡ് സാങ്ച്വറി എന്ന് പറയുന്നത്. ഭരത്പൂർ ബേർഡ് സാങ്ച്വറി അല്ലെങ്കിൽ ഗാന നാഷണൽ പാർക്ക് എന്നുണ്ട്. അത് രാജസ്ഥാനിലാണ്. അവിടെ വരുന്നത് സൈബീരിയൻ ക്രെയിൻ ആണ്. സൈബീരിയൻ ക്രെയിൻ, സൈബീരിയൻ കൊക്കുകൾ എന്നാ പറയുക. പക്ഷെ അത് ഒരു അരയണത്തിന്റെ വെറൈറ്റിയാണ്. അതെങ്കിലും വളർത്തിയ സൈബീരിയൻ കൊക്കുകൾക്ക് പ്രശസ്തമായിട്ട് ഇന്ത്യയിലെ പക്ഷി സങ്കേതമാണ് ഗാന ബേർഡ് സാങ്ച്വറി അല്ലെങ്കിൽ ഭരത്പൂർ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് രാജസ്ഥാൻ. ക്ലിയർ ആയിരിക്കോ? 1 മോർ. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. ഇത് വരുന്നത് മഹാരാഷ്ട്രയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നാഷണൽ പാർക്കുകൾ ഏറ്റവും കൂടുതൽ മധ്യപ്രദേശാണ്. അതേസമയം വന്യജീവി സങ്കേതങ്ങൾ ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയിലാണ്. ദേശീയ പാർക്കുകൾ, നാഷണൽ പാർക്കുകൾ ഏറ്റവും കൂടുതൽ മധ്യപ്രദേശും അതേസമയം വന്യജീവി സങ്കേതങ്ങൾ ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്രയിലും. ആ ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക്, ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. അത് വരുന്നത് മഹാരാഷ്ട്രയാണ്. ആ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ഇതേപോലെ ഒരു പർട്ടിക്കുലർ ജീവിക്ക് പ്രൊട്ടക്ട് കൊടുക്കുന്നത്, ദാറ്റ് ഈസ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് തന്നെ പറയാം. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് വന്യജീവി സങ്കേതമാണ്, വൈൽഡ് ലൈഫ് സാങ്ച്വറിയാണ്, മഹാരാഷ്ട്രയാണ്. അവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്ന് പറഞ്ഞ ഒരു ക്രിട്ടിക്കലി എൻഡേഞ്ചർ അല്ല, ഒരു ബേർഡാണ്, ഒരു കിളിയാണ്. ആ കിളിയുടെ പേരും ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് എന്നാണ്. ക്ലിയർ ആയിരിക്കുമല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള പർട്ടിക്കുലർ നാഷണൽ പാർക്കുകളും അതിന്റെ അനിമൽസും സ്റ്റേറ്റുകളും ചോദിക്കുന്നുണ്ട്. മുൻകാലങ്ങളൊക്കെ PSC ചോദിക്കുക നന്ദൻകാനൻ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്, അല്ലെങ്കിൽ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗം
കാണപ്പെടുന്ന നാഷണൽ പാർക്കാണ്. അപ്പൊ അതേപോലെ അത് ഒന്നുകൂടി തിരിഞ്ഞ് ഏത് നാഷണൽ പാർക്ക് ഏത് മൃഗത്തെ എനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യും. അപ്പൊ ഈ പറഞ്ഞ നാഷണൽ പാർക്കുകളും അതിലുള്ള 15 സ്റ്റേറ്റുകളും അവിടെയെല്ലാം ഏതെല്ലാം എനിമൽസും പ്രൊട്ടക്റ്റഡ് ആണെന്ന കാര്യം കൂടി വളരെ വിശദമായിട്ട് പഠിക്കും. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ നാഷണൽ പാർക്കുകൾ പഠിക്കുന്നത്. അല്ലാതെ ഇന്ത്യയിൽ കാണുന്ന 100 കണക്കിന് നാഷണൽ പാർക്കുകൾ നിങ്ങൾ തലകുത്തി ബൈഹാർട്ടാക്കി പോയിട്ട് കാര്യം ഉണ്ടായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള നാഷണൽ പാർക്കുകളൊന്നും. പിന്നെ അതിൽ കൻഹ നാഷണൽ പാർക്ക് ചോദിക്കണം, മധ്യപ്രദേശിലെ കൻഹ നാഷണൽ പാർക്ക്. അതുമായി ബന്ധപ്പെട്ട് ചോദ്യം വരാറുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്, റുഡ്യാർഡ് കിപ്ലിംഗ്, നമുക്കറിയാലോ ഇന്ത്യയിലേക്ക് സാഹിത്യ നോബൽ ആദ്യമായിട്ട് കൊണ്ടുവന്ന വ്യക്തിയാണ് റുഡ്യാർഡ് കിപ്ലിംഗ്. അദ്ദേഹത്തിന്റെ ജംഗിൾ ബുക്ക് എന്ന കൃതിക്ക് ആധാരമായ അല്ലെങ്കിൽ പശ്ചാത്തലമായ നാഷണൽ പാർക്കാണ് മധ്യപ്രദേശിലെ കൻഹ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. കൻഹ നാഷണൽ പാർക്ക് അത് റുഡ്യാർഡ് കിപ്ലിംഗിന്റെ ജംഗിൾ ബുക്ക് എന്ന കഥയ്ക്ക് പശ്ചാത്തലമായ നാഷണൽ പാർക്കാണ് മധ്യപ്രദേശിലെ കൻഹ നാഷണൽ പാർക്ക്. അതുകൂടി പഠിച്ചു നോക്കി. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള നാഷണൽ പാർക്കുകൾ തെരഞ്ഞെടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാഷണൽ പാർക്കുകളും പറഞ്ഞു, പർട്ടിക്കുലർ അനിമൽസും സ്റ്റേറ്റുകളും നമ്മൾ പറഞ്ഞു. പിന്നെ ആദ്യത്തെ നാഷണൽ പാർക്കും ഏറ്റവും വലിയ നാഷണൽ പാർക്കും ഏറ്റവും ചെറിയ നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പൊ ഈ നാഷണൽ പാർക്കുകളും പ്ലസ് അതിന്റെ കൂടെ അതിന്റെ സ്റ്റേറ്റുകളും അതിന്റെ അനിമൽസും വളരെ ഭംഗിയായിട്ട് പഠിക്കുക. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ബൈ.